എൻ്റെ പേര് അബ്ദുൽ നാസർ. ഞാൻ വെന്നൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ ജ്വല്ലറി ബിസിനസ് നടത്തുകയാണ്, മാട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 28 വർഷമായി ഞാൻ ജ്വല്ലറി ഫീൽഡായിട്ട്. ഇപ്പോൾ മിലാൻ ഹോൾഡേഴ്സിനൊപ്പം ചൈനയിലെ കാൻഡൻ ഫെയർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ വേറിട്ട അനുഭവമായിരുന്നു. ഞങ്ങളുടെ ഫേസ് 1ഉം ഫേസ് 2 അറ്റൻഡ് ചെയ്തു. ഞാനിങ്ങനെ കാൻഡൻ ഫെയറിന് പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് ട്രാവൽസുമായി ഞാൻ ബന്ധപ്പെട്ടു. പക്ഷേ എല്ലാവരും ഏകദേശം 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ പറഞ്ഞത്. നമ്മൾ കോഴിക്കോട് ടീമുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് 7 ദിവസം തന്നെ 1,80,000 പ്ലസ് പിന്നെ ടിക്കറ്റിന്റെ ഫെയർ നമ്മൾ എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളെ മിലാൻ ഹോൾഡേഴ്സിൽ ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ഏകദേശം എന്നോട് പറഞ്ഞത് 1,70,000 10 ദിവസം. പക്ഷേ അത് ഏറ്റവും വർത്തായെന്ന് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഫേസ് 1ഉം ഫേസ് 2 ഉള്ളത് അത് അറ്റൻഡ് ചെയ്തു. ഫേസ് 2 അറ്റൻഡ് ചെയ്ത് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് ചൈനയുടെ ഇവിടെ അടുത്തുള്ള ടൂറ് പിന്നെ ഞങ്ങൾ പോയത്. അതേസമയം ഞങ്ങൾക്ക് ഫുഡ് ഓരോ ദിവസം ഓരോ തരം ഫുഡായിരുന്നു. അറബിക്ക്, പിന്നെ പാകിസ്ഥാനി, ഇന്ത്യൻ, അങ്ങനെ എല്ലാ തരം ഫുഡുകളും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഇവിടെ അടുത്തൊക്കെ ടൂറ്, പിന്നെ വാച്ച് മാർക്കറ്റ്, അതുപോലെ നമ്മുടെ മൊബൈൽ മാർക്കറ്റ്, കിഡ്സ് മാർക്കറ്റ്, അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്തു. വളരെ എന്തുകൊണ്ടും നമുക്ക് 100% വിശ്വസിച്ചുകൊണ്ട് പോരാൻ പറ്റും. പിന്നെ ഒരു ടൂറിന്റെ ഗൈഡാണെങ്കിലും അതുപോലെ അതിന്റെ മലയാളി നമ്മൾ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ട്. അനീസ് ഭായി നമ്മൾ നല്ലവണ്ണം കെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മുടെ എല്ലാത്തിനും പരിഗണിച്ചുകൊണ്ടാണ് മൂപ്പര് നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നതും. എന്നുകൊണ്ട് പിന്നെ ഇനിയും ആർക്കെങ്കിലും പോരാനുണ്ട് താല്പര്യമുണ്ടെങ്കിൽ മൂപ്പര് അടുത്ത 26 ഏപ്രിലാണ് അടുത്ത കാൻഡൻ ഫെയർ. എന്തുകൊണ്ടും നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മുതലാവും. നമുക്ക് കിട്ടിയ സർവീസും ഞങ്ങൾ താമസിച്ചത് 4 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ടൂറുകൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും മിലാൻ ഹോൾഡേഴ്സിനൊപ്പം പങ്കുചേരുക. നല്ലൊരു അനുഭവമായിരുന്നു. ഓക്കെ, ഗ്രേറ്റ് എക്സ്പീരിയൻസ്, ഓസം എക്സ്പീരിയൻസ്.